ഒന്ന് കളർ മാറ്റിയെടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. കരിഞ്ഞു പോകണ്ട കേട്ടോ. കരിഞ്ഞു പോയാൽ കുളമായി പോവും, ടേസ്റ്റ് മാറിപ്പോവും. എന്നിട്ട് നമ്മൾ ആ ഒരു ഒഴിച്ച ഗ്രേവീൻ്റെ മേലേക്ക് ഈ ഒരു ബീഫ് വെച്ച് കൊടുക്കുക. നല്ലപോലെ കുക്കായി വന്ന ബീഫും അത് നല്ല ഫ്രൈ ആക്കിയും കൂടി ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടേനെ. ഇത് നമ്മൾ നേരത്തെ ഒരു ഭാഗം ആ ഒരു ഗ്രേവി മാറ്റി വെച്ചില്ലേ, അത് ആ ബീഫിൻ്റെ മേലെ കൂടെ ഒന്ന് തട്ടി കൊടുക്കുക. ഇതും എന്താ പറയുക, ആ ഒരു മസാലൻ്റെ ഫ്ലേവറും ഫ്രൈ ആക്കിയ ഫ്ലേവറും ഒക്കെ കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അത് ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. ഞാൻ ഈ ചെയ്ത സ്റ്റെപ്പ് തന്നെ ചെയ്യുക. ആ ഒരു ബീഫിൻ്റെ മേലേക്ക് ആ ഗ്രേവിയും കൂടി തട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദാ നമ്മളെ പണി ഏകദേശം കഴിഞ്ഞ് ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്തും കൂടി എടുക്കണം. അതിനാണ് ഞാൻ ആ നടുഭാഗം അവിടെ മാറ്റി വെച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടിയും കൂടി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിക്കുക, മൂടി വെക്കുക, നേരെ അടുപ്പത്തേക്ക് വെക്കുക. അപ്പോൾ വിസിലിടാൻ മറന്നുകൊണ്ട് കേട്ടോ. വിസിലിട്ട് വെച്ചിട്ട് നമ്മൾ ഇത് വിസിലടുപ്പിച്ചെടുക്കുന്നില്ല.